ഇന്ന് നമ്മളെ വീടിൻ്റെ മുൻപിൽ ഉള്ള ഫാമിൽ പെരുമ്പാമ്പ് വന്നതാണ്. പെരുമ്പാമ്പ് പറഞ്ഞാൽ എല്ലായിടത്തും പെരുമ്പാമ്പാണെന്ന് അറിയില്ല, മലമ്പാമ്പ് പെരുമ്പാമ്പ് എന്നൊക്കെ പറയും. നല്ല വലിപ്പമുള്ള പെരുമ്പാമ്പ് തന്നെയായിരുന്നു അത്. ഒരു 4-5 കോഴീനെയും ഒരാടിനെയൊക്കെ തിന്നിങ്ങനെ സുന്ദരമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കണ്ട് രാവിലെ ഇപ്പോൾ കുഞ്ഞാപ്പുമൊക്കെ, അതായത് കുഞ്ഞാപ്പും ദിലീപ് എന്നുള്ള പറഞ്ഞ ആളുടെ ഈ ഫാം. അപ്പോൾ അതിൽ കുഞ്ഞാപ്പൊക്കെ പ്രാവിന് തീറ്റ കൊടുക്കാൻ വന്ന സമയത്താണ് ഇത് കാണുന്നത്. കണ്ടില്ലേ, നല്ല വലുപ്പമുണ്ട്. അതിലിപ്പോൾ കോഴി, താറാവ്, പ്രാവ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിലിപ്പോൾ 3-4 താറാവിനെയൊക്കെ കോഴീനെയൊക്കെ തിന്നുന്നാണ് പറഞ്ഞത്. കോഴീനെയും പിന്നെ ഒരു ആടിനെയും പോയിട്ടുണ്ട്. എങ്ങനെയാണിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന് അറിയില്ല. അല്ല, എല്ലാം പേടിച്ച് നിൽക്കുകയാണ്. കാരണം രാത്രിയിൽ അവിടെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്ര എല്ലാ ദിവസവും ഉണ്ടാവുന്ന പോലത്തെയാണ് വിചാരിച്ചിട്ട് നമ്മളത്ര മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇത് നായ ഉണ്ട്, അതിൻ്റെ ബാക്കിൽ. പക്ഷേ അതൊന്നും അതിനൊരു വിഷയം ഉണ്ടായില്ല. ഇപ്പോൾ ഈ കാണുന്ന കീറിയ ഭാഗമല്ലേ, ആ ഭാഗത്താണ് ഇപ്പോൾ പാമ്പ് കിടക്കുന്നത്. പുറത്തു കൂടെ വന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നത്. പക്ഷേ ഈ വെള്ളമൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ വെള്ളത്തിൽ കൂടെയൊക്കെ വരുമ്പോൾ പോരുമെന്ന് നമുക്കറിയില്ല കേട്ടോ. അതാ ഈ ചാക്കിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ പാമ്പുള്ളത്. പാമ്പിനെ പിടിച്ചത് ശങ്കരൻകുട്ടി, നമ്മുടെ ചെറിയച്ഛൻ തന്നെയാണ് പിടിച്ചത്. അതായത് ഫോറസ്റ്റുകാർ വന്നപ്പോഴേക്കും നമ്മൾ പാമ്പിനെ ഒരു ചാക്കിലാക്കി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. പാമ്പ് ആൾക്കാർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് വേഗം ഒഴിവാക്കി. കാരണം പാമ്പുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ആൾക്കാർ വരും എന്ന് അറിഞ്ഞപ്പോഴേ നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ അതിനെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. നമ്മൾ പിടിക്കുന്ന സമയത്ത് പാമ്പിന് വലിയ ഉപദ്രവമില്ലാത്ത രീതിയിലാണ് നമ്മൾ പിടിച്ചത്. അപ്പോൾ നമുക്കത് ഫോറസ്റ്റുകാർ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിലമ്പൂരത്തെ ഫോറസ്റ്റുകാർ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെത്തിയ സമയത്തേക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് റോഡിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നമുക്ക് ആളുകളും ഒരുപാട് വന്നില്ല. കാരണം ചാക്കിലിട്ടതിന് ശേഷം പിന്നെ ആരും അങ്ങനെ കാണാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ചാക്കിലാക്കിയിട്ട് ഇതിപ്പോൾ ഡോറിൻ്റെ ആ ഭാഗത്ത് ടൈറ്റാക്കി പിടിച്ചിരിക്കുകയാണ്, ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇങ്ങോട്ട് പോരാൻ കഴിയാത്തത്. വാലുകൊണ്ടാണല്ലോ അത് ലോക്ക് ചെയ്ത് പിടിക്കുക. അങ്ങനെ അതിന് നമ്മളൊരു ചാക്കിലേക്ക് മാറ്റി. അങ്ങനെ ഫോറസ്റ്റുകാർ വന്ന് നമ്മുടെ പാമ്പിനെ വീട്ടിലാക്കിയതാണ്. നിലവിൽ കൊണ്ടുപോയി.